നിന്ന് വരുന്നു. ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് കൃപാസന മാതാവിനോടും ഈശോയ്ക്കും ആയിരം നന്ദി. ഞാൻ ദുബായിലാണ് ഞങ്ങൾ 27 വർഷമായിട്ട് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എയർലൈനിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവറി 2 months ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് ചിലപ്പോൾ 2-3 മാസം താമസിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ 2000-ലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്, ജനുവരിയിൽ. അപ്പോൾ അതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ എപ്പോൾ ഇവിടെ വന്നാലും ആദ്യം ഇവിടെ മാതാവിൻ്റെ അടുത്ത് വരും. അതിന് ശേഷം ബാക്കിയുള്ളിടത്തും പോകത്തുള്ളൂ. അപ്പം ഈ കഴിഞ്ഞ 2024 മെയ് മാസം ഞാനിവിടെ വന്നു. ഇതിപ്പോൾ ഞാൻ എൻ്റെ 11ാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മെയിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ വന്ന് ആസ് യൂഷ്വൽ പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഒറ്റയ്ക്കാണ് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്ന്. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഭയങ്കര ഫീലിംഗ്, ഒരു ഉൾപ്രേരണ പോലെ ഉടമ്പടി കാശുരൂപ എടുത്ത് മടിയിൽ വെക്കുന്നത്. അതായത് ഉടമ്പടി കാശുരൂപ ഞാൻ എപ്പോഴും ഒരു ചെറിയ പൗച്ചിലാണ് വെക്കുന്നത്. ആ പൗച്ച് എപ്പോഴും എൻ്റെ പേഴ്സണൽ ഒരു സൈഡ് പൗച്ചിലായിട്ട് എൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വെക്കാറുള്ളത്. സീറ്റിൽ വേറെ ആരും ഇല്ലതാനും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യം എന്താ, ഉടമ്പടി കാശും തൊട്ടടുത്ത് തന്നെയല്ല. ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഗേറ്റ് തുറന്നു, വണ്ടി വീണ്ടും ഗേറ്റ് പൂട്ടിയിട്ട് തിരിച്ച് വണ്ടി വീണ്ടും കയറുമ്പം വീണ്ടും അതേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. അപ്പം വീണ്ടും ഞാനത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് വണ്ടി എടുത്തു. വണ്ടി ഒന്ന് പോക്കറ്റ് റോഡിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ നിന്ന് പറയുന്നു കാശുരൂപ എടുത്ത് മടി വയ്ക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തി സൈഡിൽ ഒതുക്കിയിട്ട് കാശുരൂപ എടുത്ത് എൻ്റെ മടിയിലായിട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ മടി വെച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുവാണ്. അപ്പം ഞാനൊരു ചേർത്തല എത്താറായപ്പോഴത്തേക്കും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് റോഡ് വന്നെന്നുള്ളത് ഒറ്റ റോഡായി ജോയിൻ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നല്ല ഹൈറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ. റൈറ്റ് സൈഡിൽ താഴ്ന്നതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റ് റോഡ് വന്ന് റോഡിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് കാണാം. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ്, അങ്ങനെ അധികം വണ്ടികളില്ല, ആൾക്കാരും അധികം ഇല്ല റോഡിൽ. അപ്പോൾ ഒരു ബൈക്കുകാരൻ അവിടെ ബൈക്കുകാരൻ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ആ റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു. അപ്പം കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞു, കൃത്യം അയാളുടെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും അയാൾ ബൈക്കും കൊണ്ട് വന്ന് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് എൻ്റെ കാലിരിക്കുന്ന ആ ഭാഗത്തോട്ട്, അതായത് റൈറ്റ് സൈഡിലെ ഡ്രൈവറുടെ സീറ്റിലേക്ക് വന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന് ഇടിച്ചിട്ട് ഇയാൾ എൻ്റെ ഫ്രണ്ടിൽ വീഴുന്നു. ഞാൻ നോക്കിയപ്പോൾ കതവ് തുറക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, അത് ജാമായിപ്പോയി. അപ്പോൾ ഞാൻ അടുത്ത സീറ്റിലെ ഡോറ് തുറന്നിട്ട് ഞാൻ ഓടി അടുത്തെത്തിയപ്പോഴത്തേക്കും അയാൾ ചാടി കയറി വണ്ടിയിൽ കയറി ഒരൊറ്റ പിടിപ്പീര്, അതും ഈ ആലപ്പി സൈഡിലേക്ക്. അപ്പം ഞാൻ വണ്ടറടിക്കുമായിരുന്നു, കാരണം അയാൾക്ക് റോഡിലേക്ക് കയറിയിട്ട് നേരെ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയാൽ മതിയായിരുന്നു. പക്ഷേ അതിന് പകരം അയാൾ നേരെ കയറി വന്ന് എന്നെ ഇടിക്കുമായിരുന്നു ചെയ്തത്. അപ്പം മുതൽ അത് മെയിലാണ് സംഭവിച്ചത്. ഞാൻ തിരിച്ചു പോയി. അപ്പം മുതൽ അതെൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആ ചോദ്യമായിട്ടിരിക്കുക, എന്തുകൊണ്ടാണ് അയാൾ എന്നെ വന്ന് ഇടിച്ചത്? അയാൾക്ക് കണ്ടിട്ട് അയാൾക്ക് ഒന്നും പറ്റിയില്ല, വണ്ടിക്ക് ഒന്നും പറ്റില്ല, അങ്ങനെ ഒരു തോന്നലും. അപ്പോൾ അതിനുശേഷം ഞാൻ 2024 ഓഗസ്റ്റിൽ തിരിച്ച് വീണ്ടും വന്നു. അപ്പം ആ സമയത്ത് ഞാനൊരു കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ള ഒരു ധ്യാനം കൂടാൻ പോയി, എൽ റുഹ ധ്യാന കേന്ദ്രം കാലിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ കൗൺസിലിങ് 5ാമത്തെ ദിവസം കൗൺസിലിങ്ങിൻ്റെ സെഷനിൽ ആ കൗൺസിലർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പോൾ ഇങ്ങോട്ട് ഓടിച്ചു വന്ന വണ്ടി, ആ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൻ്റെ താഴത്തെ ഭാഗം, അതായത് നിൻ്റെ കാല് വയ്ക്കുന്ന ഭാഗത്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ വണ്ടിയിലൊന്നും കാണത്തില്ല, കാരണം ഞാൻ ഈ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഇൻഷുറൻസിലുണ്ട്, ക്ലെയിം ചെയ്തായിരുന്നു, വണ്ടി സർവീസിങ് എല്ലാം ചെയ്ത് നോർമൽ പോലെ തന്നെ. അപ്പം എനിക്ക് മനസ്സിലായി പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു പുള്ളിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ആ ബ്രദർ പറഞ്ഞു, നീ അന്ന് വണ്ടി എടുത്തപ്പം നിൻ്റെ ഒരു സൈഡിൽ ഈശോയും മറു സൈഡിൽ മാതാവും ഇരിപ്പുണ്ടായിരുന്നു. ആ വ്യക്തി എന്ന് പറയുന്ന ആൾ ഒരു സാത്താൻ പ്രേരിപ്പിച്ച് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് പ്രേക്ഷിത വേലയാണ്. ഞാൻ മാക്സിമം എല്ലാ തരത്തിലും, അതായത് ഇവിടുന്ന് പോകുമ്പോൾ പല ഭാഷകളുള്ള പത്രങ്ങൾ, അവിടെ ദുബായിൽ അവരുടെ ഓരോ മാസം, ഇപ്പം ഇംഗ്ലീഷ് മാസം സാധാരണ പോകുന്നത്, അതുകൂടാതെ തമിഴുണ്ട്, തെലുങ്കുണ്ട്, കൊങ്കണിയുണ്ട്, അങ്ങനെ ആ ഓരോ ഭാഷകളിലും അവരുടെ കുർബാനയുടെ സമയത്ത് മാസത്തിൽ ആഴ്ചയിൽ ഒന്നൊക്കെ വീതം അങ്ങനത്തെ കുർബാന ഉണ്ടാവുള്ളൂ ഭാഷകളിലുള്ള. അപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ട് ആ മാസത്തിന് ശേഷം അവർക്ക് അധികം ആർക്കും അറിയത്തുണ്ടാവില്ല, അത് ഞാൻ വിവരിച്ച് കൊടുത്തിട്ടാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബോംബെയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ബ്രദറിലോ ഉണ്ട്, സിസ്റ്ററിലോ ഉണ്ട്, ബോംബെയിൽ കുറച്ച് പേര്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് 7-8 കെട്ട്, ചിലപ്പം 10-12 കെട്ട് പല ഭാഷകളുള്ള മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, അങ്ങനെ കുറേ ഭാഷകൾ മേടിച്ച്
തിരിച്ച് ഞാൻ അയച്ചു കൊടുക്കും. എൻ്റെ സിസ്റ്ററിലേക്ക് അയക്കും, ബ്രദറിലേക്ക് അയക്കും. കൂടാതെ ഞാൻ തന്നെ ഇവിടുന്ന് 4-5 വരുമ്പോൾ ആദ്യം തന്നെ വന്നിട്ട് കുറേ പത്രങ്ങൾ മേടിച്ച് പല ഭാഗങ്ങളായിട്ട്, അതായത് ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ അടുത്ത ദിവസം ബസ് സ്റ്റോപ്പ്, അടുത്ത ദിവസം മാർക്കറ്റ്, പിന്നെ ചില റിമോട്ടായിട്ടുള്ളിടത്ത് ഞാൻ വണ്ടി ഓടിച്ചു പോയി ഒരു സൈഡിൽ നിർത്തിയിട്ട് കുറേ കടകൾ ഇങ്ങനെ കയറി ഇറങ്ങി, വീടുകൾ കയറി ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ പ്രേക്ഷിച്ചത് എല്ലായിടത്തും. പിന്നെ യങ്സ്റ്റേഴ്സിന് മറൈൻ ഡ്രൈവിൽ വോക്ക് വേ എന്ന് പറഞ്ഞ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. അത് ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് പത്രം കൊടുക്കുന്നത്. യങ്സ്റ്റേഴ്സിനെയൊക്കെ ഞാൻ ടാർഗറ്റ് ചെയ്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൂടുതലാണ്. അപ്പോൾ ആ ബ്രദർ പറഞ്ഞ അനുസരിച്ച് നീ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, അത് സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അയാൾ സാധാരണ പ്രേരിതമായിട്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത്. അതായത് അവിടെ അപ്പം ബ്രദർ പറഞ്ഞു, ധ്യാനകേന്ദ്രത്തിൽ ബ്രദർ പറഞ്ഞു, നീ ഒരു മാതാവിൻ്റെയാണ്, കൃപാസന മാതാവിൻ്റെയാണ് അത്ഭുതം നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടിയത്, അതിൻ്റെ നിർവചനം കിട്ടിയത് ഈ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ്. അപ്പം നീ അത് ഇവിടുത്തെ സ്റ്റേജിൽ കയറി നിന്ന് സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ അവസാന ദിവസം സ്റ്റേജിൽ കയറി നിന്ന്, അതായത് എൽറുവ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്റ്റേജിൽ കയറി നിന്ന് കൃപാസന മാതാവിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല, ഞാൻ ധ്യാനത്തിന് ചെന്നപ്പോൾ തന്നെ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 350-400ഓളം പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലും പത്രം ഉണ്ടായിരുന്നില്ല, എല്ലാ പത്രമെല്ലാം തീർന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് മനസ്സിൽ പറഞ്ഞു, അമ്മേ ഇത്രയും പേരൊക്കെ എടുത്ത് കുറേ പേരുടെ അടുത്തേലും പറയാമായിരുന്നു മാതാവിനെക്കുറിച്ച്, എൻ്റെ കയ്യിൽ പത്രം പോലും ഇല്ലല്ലോ എന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോധ്യം വന്നത്, മാതാവ് പത്രം കൊടുക്കുന്നതിന് പകരം അവരുടെ സ്റ്റേജിൽ കയറ്റി എന്നെ നിർത്തി മാതാവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് സാക്ഷ്യം അങ്ങനെ കേൾക്കാൻ ഇടവരുത്തി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ വേറൊരു പഴയൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ആക്ച്വലി എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം മുതൽ വെച്ചിരുന്ന എനിക്ക് പോളിന്യൂറോപ്പതി, അതായത് കാലിൻ്റെ ഫീറ്റിനകത്ത് ഭയങ്കര ബേണിങ് സെൻസേഷനാണ്, ചുട്ടുപൊള്ളുന്ന അനുഭവമായിരുന്നു. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാല് വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ബേണിംഗ് ആണ്. നമുക്ക് ചെരുപ്പില്ലാതെ ഒന്നും ഒരിടത്ത് നിൽക്കണം, ഭയങ്കര ബേണിംഗ് സെൻസേഷനായിരുന്നു. കുറേ മെഡിക്കേഷൻ 3-4 വർഷം കഴിച്ചതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഉടമ്പടിയിൽ മുതൽ വെച്ചിരുന്നു, 1, 2, 3 ഉടമ്പടിയും കണ്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. ഞാനത് റിയലൈസ് ചെയ്തില്ല അത് എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോയെന്നുള്ളത്. അതും ഒരു രോഗസൗഖ്യമായിട്ട് ഞാൻ വെക്കുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഇവിടെയാണ് കൂടുതൽ കാരുണ്യപ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വീടിനടുത്ത് ഒരു ഹൗസ് ഓഫ് ചാരിറ്റി ഉണ്ട്. അവിടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ കുളിപ്പിക്കുക, പിന്നെ ഫുഡ് കൊടുക്കുക, അതുപോലെ ഫുഡ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും തുടയ്ക്കാനും എവർക്കാനും ഏത് മീനിൽ ചെയ്യണമെന്ന് അതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ സാമ്പത്തികമായിട്ടും കൊടുക്കാറുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഓർഫനേജ് അങ്ങനെ ഗൂഗിളിൽ സെലക്ട് ചെയ്തൊരു ലിസ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ചായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെയാണിപ്പോൾ ഈ ഹൗസ് ഓഫ് ചാരിറ്റിയിൽ ഞാൻ കൂടുതൽ ഇതായിട്ട് ചെയ്യാൻ തന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വണ്ടിയിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പം ഞാനിവിടെ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ആളുകളുടെ അടുത്ത് ചോദിക്കും, ആരെങ്കിലും എറണാകുളം വരുന്നുണ്ടോ, ഫ്രീ റൈഡ് കൊടുക്കും. അങ്ങനെ ഒരുമാതിരിപ്പെട്ട് ഞാൻ എപ്പോഴും തന്നെ തിരിച്ചു പോയാലും വണ്ടി നിറയെ ആൾക്കാരുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഓരോരുത്തർക്കും അവരവരെ ഡ്രോപ്പ് ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. തിരുക്കുമാരനും അമ്മ മാതാവിനും വളരെയേറെ നന്ദി. ഹബക്കൂക്ക് 2:3 ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്.